PSC ക്രമക്കേടിന് ഉത്തരവാദികൾ ഉദ്യോഗസ്ഥർ മാത്രമാണോ? അധികാരികൾക്ക് പങ്കില്ലെന്ന് പറയാനാകുമോ? കേരളത്തിലെ നിരവധിയായ തൊഴിലന്വേഷകരുടെ ഭാവി തകർത്തവരെ വെറുതെ വിടണോ? നീറ്റ് ക്രമക്കേടിനെതിരെ ഡൽഹിയിൽ ഉയർന്ന പ്രതിഷേധത്തിന് സമാനമായ പ്രതിഷേധ സ്വരം കേരളത്തിലും ഉയരാൻ ഇനി അധിക സമയമില്ല. നമസ്കാരം, ട്രയാങ്കിളിൻ്റെ നിലപാടിലേക്ക് സ്വാഗതം. PSC നിയമനവുമായി ബന്ധപ്പെട്ട് നിരവധിയായ ആരോപണങ്ങളാണ് ദിനം പ്രതി പുറത്തു വരുന്നത്. സർക്കാർ ജോലി ലക്ഷ്യമാക്കി കാലങ്ങൾ പഠനം നടത്തുകയും പരിശീലനം നടത്തിയുമാണ് ഉദ്യോഗാർത്ഥികൾ PSC പരീക്ഷയ്ക്കും അഭിമുഖത്തിനും തയ്യാറെടുക്കുന്നത്. മാതാപിതാക്കളാകട്ടെ അവരുടെ സമ്പത്തിൻ്റെ നല്ലൊരു ഭാഗം കുട്ടികളുടെ ഈ ആവശ്യത്തിനായി ചെലവഴിക്കുകയും ചെയ്യുകയാണ്. എന്നിട്ടും കഴിവുള്ള ഉദ്യോഗാർത്ഥികൾ ജോലി കിട്ടാതെ റാങ്ക് പട്ടികയിൽ ഇടം പിടിക്കാതെ പോവുകയാണ്. താരതമ്യേന പഠന നിലവാരമില്ലാത്ത പലർക്കും ജോലി ലഭിക്കുന്നതും റാങ്ക് പട്ടികയിൽ മുൻപന്തിയിൽ ഇടം പിടിക്കുന്നതും കാണുമ്പോൾ അതിൻ്റെ രഹസ്യം ആർക്കും പിടികിട്ടിയിരുന്നില്ല. റാങ്ക് പട്ടികയിൽ ഇടം പിടിക്കാതെ വരുമ്പോൾ നിരാശരായി മറ്റു ജോലി തേടിപ്പോവുകയാണ് കേരളത്തിലെ അഭ്യസ്തവിദ്യരായ യുവാക്കൾ. ഇവിടെയാണ് പരീക്ഷാ നടത്തിപ്പിലും അഭിമുഖത്തിലും ക്രമക്കേട് നടന്ന വാർത്തകൾ പുറത്തു വരുന്നത്. ആസൂത്രണ ബോർഡിലേക്ക് നടന്ന പരീക്ഷയിൽ റാങ്ക് ലിസ്റ്റിൽ പോലും പേര് വരാൻ അർഹതയില്ലാത്ത വ്യക്തി 1ാം റാങ്കുകാരനാകുന്ന അത്ഭുത വിദ്യയാണ് PSCയിൽ നടന്നു കാണുന്നത്. ഇതെങ്ങനെ സാധിക്കുന്നു എന്ന ചോദ്യത്തിന് ഏതാനും ഉദ്യോഗസ്ഥരിലേക്ക് മാത്രം വിരൽ ചൂണ്ടുന്നതാണ് കാണാൻ കഴിയുന്നത്. ആരോപണ വിധേയനായ ഉദ്യോഗാർത്ഥി ഉത്തരമെഴുതാത്ത ആദ്യത്തെ 10 ചോദ്യങ്ങൾ മൂല്യനിർണ്ണയം നടത്തേണ്ടതില്ല എന്ന PSC തീരുമാനിക്കുകയാണ്. ഉത്തരം എഴുതിയവരുടെ കാര്യത്തിലാകട്ടെ ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ ഉത്തരം മൂല്യനിർണ്ണയം നടത്താത്തത് മൂലം അവർ പുറകിലാകുന്നു. ആരോപണ വിധേയനായ ഉദ്യോഗാർത്ഥിക്ക് നിയമനം കിട്ടുന്നതിന് വഴിവെക്കുന്ന ബോധപൂർവമായ നീക്കമാണ് PSCയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇത് ഗുരുതരമായ കുറ്റകൃത്യമാണ്. മറ്റൊരു നിയമത്തിൻ്റെ കാര്യത്തിലാകട്ടെ റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ 25 പേരെ അയോഗ്യരാക്കി അതിനുശേഷമുള്ള ഉദ്യോഗാർത്ഥിയെ അഭിമുഖം നടത്തുകയും 20ൽ 20 മാർക്ക് നൽകി നിയമനം നടത്തുകയും ചെയ്യുന്നതാണ് നാം കണ്ടത്. ഇത്രയും വലിയ ക്രമക്കേട് നടത്തിയിട്ടും അറിയാത്ത മട്ടിലുള്ള PSCയുടെ നിലപാട് ആണ് സംശയാസ്പദം. ഇവിടെയാണ് ഇതിന് പിന്നിൽ ആരെന്ന ചോദ്യം ഉയരുന്നത്. ഏതെങ്കിലും ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചാൽ ഇത്രയും വലിയ ക്രമക്കേട് നടത്താനാവില്ല എന്നത് വളരെ വ്യക്തമാണ്. അഭിമുഖത്തിൽ 20ൽ 20 മാർക്ക് നൽകണമെങ്കിൽ അത് PSC അംഗങ്ങളുടെയും ചെയർമാൻ്റെയും അറിവില്ല നടന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക പ്രയാസമാണ്. യുവാക്കളുടെ ഭാവിയെ പന്താടുന്ന ഇത്തരം ക്രമക്കേടുകൾക്കെതിരെ ഡൽഹിയിൽ നടന്നതുപോലെയുള്ള സമരമാർഗം കേരളത്തിലും നടന്നാൽ അത്ഭുതപ്പെടാനില്ല. യുവാക്കൾ സംഘടിക്കേണ്ടതുണ്ട്. ഇത്തരം അഴിമതിയെ ഇനി അനുവദിക്കരുത്. മാറിയ സർക്കാരിന് ഇക്കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കാനാകും. ഇപ്പോൾ അന്വേഷണം നടക്കുന്ന നിയമനങ്ങളിൽ മാത്രമല്ല, കഴിഞ്ഞ 10 വർഷക്കാലത്തെ സംശയാസ്പദമായ എല്ലാ PSC നിയമനങ്ങളും അന്വേഷണത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരണം. അതുവഴി സമഗ്രമായ അന്വേഷണമാണ് ട്രയാങ്കിൾ മുന്നോട്ട് വയ്ക്കുന്നത്. അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് നീതി ലഭിക്കേണ്ടതുണ്ട്. രാഷ്ട്രീയത്തിൻ്റെ മറ പിടിച്ച് സ്ഥാനമാനങ്ങൾ കയറിയിരിക്കാൻ ആരെയും അനുവദിക്കരുത്. അതിനായുള്ള പ്രതിഷേധം ഉയർന്നു വരേണ്ടതായുണ്ട്. PSC അംഗങ്ങളുടെ നിയമനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അഴിമതിയും സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ചും നേരത്തെ തന്നെ ട്രയാങ്കിൾ ആരോപണം ഉന്നയിച്ചിട്ടുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് മൂവാറ്റുപുഴ കോടതിയിലുള്ള കേസിൽ അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാകണമെന്ന ആവശ്യം ട്രയാങ്കിൾ ഇവിടെ വീണ്ടും ആവർത്തിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ 2 ആവശ്യങ്ങൾ പ്രധാനമായും ട്രയാങ്കിൾ ഉന്നയിക്കുകയാണ്. PSC വഴി കഴിഞ്ഞ 10 വർഷം നടത്തിയ സംശയാസ്പദമായ മുഴുവൻ നിയമനങ്ങളും പുനഃപരിശോധനയ്ക്കും അന്വേഷണത്തിനും വിധേയമാക്കണം. രണ്ടാമതായി PSC അംഗങ്ങളുടെ എണ്ണം 21ൽ നിന്ന് ഗണ്യമായി കുറയ്ക്കാനും സർക്കാർ തയ്യാറാകണം. യുവാക്കളുടെ നല്ല ഭാവിക്കായി ഉചിതമായ തീരുമാനം സ്വീകരിക്കാൻ സർക്കാരിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.